ആപ്കി അദാലത്തിൽ ശില്പ ഷെട്ടിയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ പലരുടെയും ഹൃദയം തകർത്തിരിക്കുന്നു എന്നുള്ളതാണ്. ശില്പ, താങ്കളുടെ വെബ്സൈറ്റിൽ താങ്കൾ ഇമെയിൽ അഡ്രസ് നൽകിയിട്ടുണ്ട്. അതെ. അതിൽ ആയിരക്കണക്കിന് ജനങ്ങൾ മെയിൽ ചെയ്തു, അതായത് അവരെ വിവാഹം കഴിക്കാൻ വേണ്ടി പറഞ്ഞു. എന്റെ ഇമെയിൽ ഐ ഡി മാറ്റിയിരിക്കാണ്. ഇപ്പൊ പുതിയൊരു ഇമെയിൽ ഐ ഡിയാണ്. അത് ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അതൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കുന്നു. ഒരു ആർട്ടിസ്റ്റ് ജോലി ചെയ്യുമ്പോൾ നന്നായിരിക്കും. ജനങ്ങൾ അതിന് ജോലി ചെയ്യുമ്പോൾ അതിന് പകരം സ്നേഹം തരുമ്പോൾ ആ സ്നേഹമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോൾ താങ്കൾ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിച്ചതിന് ശേഷം ആ ആയിരക്കണക്കിന് ജനങ്ങളുടെ ഹൃദയം തകർന്നു പോയില്ലേ? അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അടുത്ത ഡേറ്റ് എപ്പോഴാണ്? ഇതുപോലത്തെ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി താങ്കൾ പാചകം പഠിച്ചു, ആഹാരം ചെയ്യാനൊക്കെ പഠിച്ചെന്ന് കേട്ടു. ഇല്ല, ഞാൻ കുക്കിംഗ് എന്തിനാ പഠിച്ചെന്ന് വെച്ചാൽ എനിക്ക് കുക്കിംഗ് വളരെയധികം ഇഷ്ടമാണ്. ഇതിനു മുമ്പ് ഞാൻ കുക്കിംഗ് കോഴ്സ് പഠിച്ചിട്ടുണ്ട് 14 വയസ്സുള്ളപ്പോ. 10 വർഷത്തിന് മുമ്പ് സ്റ്റാർ ഡെസിൽ താങ്കളെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. പ്ലീസ് സർ, ആ ചോദ്യം മാത്രം ചോദിക്കരുത്. പ്ലീസ് സർ, പ്ലീസ്. ഞാൻ എങ്ങനെയാണ് എന്റെ ജീവിതം ജീവിക്കുന്നതെന്ന് വെച്ചാ ഞാൻ വിശ്വസിക്കുന്നത് ഒന്നും തിരിഞ്ഞു നോക്കരുതെന്ന്. പിന്നെ കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം അത് കഴിഞ്ഞ കാര്യങ്ങളാണ്. ശരി, 10 വർഷത്തിന് മുമ്പുള്ള കഥകളൊന്നും വേണ്ട. പക്ഷേ ഇപ്പൊ ന്യൂസ് പേപ്പറിൽ പ്രിന്റ് ആയ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാം. ഓ ഗോഡ്. ഇതിൽ വളരെ സ്ട്രോങ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ താങ്കൾ പറയുന്നത് ഐ എം നോട്ട് എ ഹോം ബ്രേക്കർ. ഞാൻ എല്ലാ കാര്യങ്ങളും ഡിഫെൻസ് ചെയ്യും. പിന്നെ ഇതിനെപ്പറ്റി ഞാൻ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. പിന്നെ ഇതിനെപ്പറ്റി ബ്രിട്ടീഷ് മീഡിയ ഒബ്വിയസ്ലി ആർട്ടിക്കിൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇന്ത്യൻ മീഡിയ എടുത്ത് ഇവിടെ പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ആദ്യമുള്ളതും അവസാനമുള്ളതും ഒന്നും എഴുതിയിട്ടില്ല. ഇക്കാര്യം മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ചോദിക്കൂ, താങ്കൾ ചോദിക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം. ചോദിക്കൂ, ഞാൻ പറയാം. താങ്കൾ രാജ് കുന്ദ്രയെ വിവാഹം കഴിക്കാൻ പോവുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അലിഗേഷൻ എന്താണെന്ന് വെച്ചാൽ എക്സ് വൈഫ്. അതെ, അവരുടെ അലിഗേഷൻ, കുറ്റാരോപണം ഇതാണ്: നിങ്ങൾക്കൊരു വീടുണ്ടാക്കാൻ വേണ്ടി അവരുടെ വീട് തകർത്തെന്ന്. സർ, അത് ഞാൻ ചില കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഈ ആർട്ടിക്കിൾ വന്നതിന് ശേഷം ഇതൊരു നല്ല പ്ലാറ്റ്ഫോമാണ്. എനിക്കിതിവിടെ ക്ലിയർ ചെയ്യാം. ഇതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. എന്താന്ന് വെച്ചാ കവിത രാജിന്റെ എക്സ് വൈഫാണ്. അവര് 1 വർഷത്തിന് മുമ്പ് അവര് പറയുന്നു ഞാൻ കാരണമാണ് അവരുടെ ഫാമിലി ബ്രേക്കപ്പ് ആയതെന്ന്. ഇപ്പൊ അവര് ഒരു ലെറ്റർ എഴുതി കൊടുത്തിരിക്കുകയാണ്. അതിലവര് പറഞ്ഞിരിക്കുന്നത് ശില്പ കാരണമല്ല എന്റെ ഫാമിലി ബ്രേക്കപ്പ് ആയതെന്ന്, ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ശരിയല്ലാത്തത് കൊണ്ടാണ് ബ്രേക്കപ്പ് ആയതെന്ന്. സോ അവരിക്കാര്യമാണ് അതിൽ എഴുതിയിരുന്നത്. അവരിക്കാര്യം പുറത്ത് പറഞ്ഞതുകൊണ്ട് എനിക്ക് കുറച്ച് മനസ്സമാധാനം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ ബ്രേക്കപ്പിന് ഞാനല്ല കാരണമെന്ന്. സോ അതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. പക്ഷേ മീഡിയക്കാര് ആ കാര്യങ്ങളൊന്നും എഴുതിയിരുന്നില്ല. കവിത എഴുതി കൊടുത്തത് അവർ പറഞ്ഞതുമില്ല. അവർ ഒബ്വിയസ്ലി ഈ കാര്യങ്ങൾ മാത്രമാണ് എഴുതിയത്. ഇപ്പൊ ഞാൻ ഫാക്ട് എല്ലാം പറഞ്ഞില്ലേ. എനിവേ, ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് ആക്ച്വലി ഇക്കാര്യമൊന്നും എനിക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. അതെന്റെ പേഴ്സണൽ ലൈഫ് അല്ലേ. പൊതുവായിട്ടുള്ള മീഡിയയ്ക്ക് വേണ്ടി ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വിവാഹത്തിന് ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുന്നു. താങ്കൾക്ക് ഒരു കുടുംബം വേണം. താങ്കളുടെ നല്ലൊരു വിവാഹ ജീവിതത്തിന് ആശംസകൾ അറിയിക്കുന്നു. താങ്ക് യു. എന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, സെലിബ്രിറ്റീസിന്റെ പേഴ്സണൽ ലൈഫ് ഒരിക്കലും പേഴ്സണൽ ആയിരിക്കില്ല. അതെങ്ങനെ തോന്നുന്നു? അതായത് നിങ്ങൾക്കത് ശീലമായോ അല്ല അതിൽ ബുദ്ധിമുട്ടുണ്ടോ? അതിൽ നല്ല വിഷമമുണ്ട്. പക്ഷേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. അതിൽ നല്ല കാര്യങ്ങൾ നടക്കുന്നതൊന്നും മീഡിയക്കാർ എഴുതാറില്ല. നമ്മുടെ അടുത്തുള്ള തെറ്റാണ് അവർ ഹൈലൈറ്റ് ചെയ്യാറുള്ളത്. അതോർക്കുമ്പോൾ കുറച്ച് വിഷമമൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതെല്ലാം ഞങ്ങളുടെ ജോലിയുടെ ഭാഗമല്ലേ. സോ ഞാനതുകൊണ്ട് കാര്യമായിട്ട് എടുക്കാറില്ല. ഇറ്റ്സ് ഓക്കെ. ശില്പ, താങ്കൾ ഈ കാര്യത്തെക്കുറിച്ച് പറയുക. താങ്കൾ ഇത്രത്തോളം വളർന്നിരിക്കുകയാണ്, നല്ല പേര് ലഭിച്ചിരിക്കുന്നു. ഇന്ത്യയിലാണെങ്കിലും ശരി, വിദേശത്താണെങ്കിലും. അതിൽ മീഡിയയ്ക്ക് വല്ല റോളുണ്ടോ? ഓഫ് കോഴ്സ്. ഞാൻ എന്തു പറഞ്ഞാലും ഞാനാണെങ്കിൽ വളരെ കടപ്പെട്ടിരിക്കുന്നു മീഡിയക്കാരോട്. ഇന്ത്യൻ മീഡിയയോടല്ല, ബ്രിട്ടീഷ് മീഡിയക്കാരോടും. നമുക്കിത് പറയാൻ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. മീഡിയക്കാർ വളരെ മോശമാണ്, അങ്ങനെയുള്ളവരാണ്, ഇങ്ങനെയുള്ളവരാണെന്നൊക്കെ. പക്ഷെ മീഡിയക്കാർ നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ചില സമയങ്ങളിൽ എന്നെ വളരെയധികം എൻകറേജ് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ മീഡിയക്കാരെല്ലാം. സോ ഐ ഹാവ് ടു താങ്ക് ദം മീഡിയ. അവരെ എപ്പോഴും കുറ്റം മാത്രം പറയാൻ പാടില്ലല്ലോ, അല്ലേ? താങ്ക് യു വെരി മച്ച്.